ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 22 അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബാലാക്ക് എന്ന രാജാവ് ബലയാം എന്ന പ്രവാചകനെ കൂലിക്ക് വിളിക്കുകയാണ്. ഇസ്രയേൽ മക്കളെ ശപിക്കുക എന്നതാണ് ബാലാക്ക് ബലയാമിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യം. ബാലാക്കിൻ്റെ പ്രതിനിധികളായി വന്ന മോവാബ്യരും അമോന്യരും, അവരുടെ മൂപ്പന്മാർ, നേതാക്കൾ ബലയാമിനോട് കാര്യം പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി ദൈവം ബലയാമിനോട് പറഞ്ഞു, മിസ്രൈമിൽ വന്നു എന്ന് ഇവർ പറയുന്ന ആ ജാതി, അവരെ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ ശപിക്കുവാൻ ദൈവം ബലയാമിന് അനുവാദം തരുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ബാലാക്ക് എഴുന്നേറ്റ് പ്രഭുക്കന്മാരോട്, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ, ദൈവം എന്നെ ഈ ജനത്തെ ശപിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവർ മടങ്ങി ബാലാക്ക് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ബലയാം വരാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാലാക്ക് വീണ്ടും അവരെക്കാൾ കുറച്ചുകൂടെ മാന്യന്മാരായ ശ്രേഷ്ഠന്മാരായ ആളുകളെ അയക്കുകയാണ്. അവർ ബലയാമിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത്, ഒരു തടസ്സവും പറയരുത്, ഒരു മുടക്കവും പറയരുത് എന്നാണ് പറയുന്നത്. ബാലാക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ബഹുമാനിക്കും, നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം, വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോറിൻ്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബലയാം പറയുന്നത് ശ്രദ്ധിക്കുക. 18 വാക്യത്തിൽ ബലയാം ബാലാക്കിൻ്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തൻ്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്ത് കൃത്യമായി, എന്ത് സ്ഥിരതയോടെയാണ് ബലയാം സംസാരിക്കുന്നത്. എത്ര പണം തന്നാലും ഞാൻ വരില്ല എന്നല്ലേ ദേ ഇവിടെ പറയുന്നത് എന്ന് തോന്നും. പക്ഷേ ഇവിടെ ബലയാം വാസ്തവത്തിൽ ബാലാക്കിനൊരു ചെറിയ സൂചന കൊടുക്കുകയാണ്. എന്താണ്? തൻ്റെ ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും. അതൊരു ഐഡിയ ആണല്ലോ. കിട്ടാൻ പോകുന്ന പണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം എന്ന് മാത്രമല്ല, അതത്ര കുറഞ്ഞ തുകയൊന്നും ആയിരിക്കാൻ പാടില്ല താനും. അപ്പോൾ ബലയാം ബാലാക്കിനൊരു സൂചന കൊടുത്തു, വീട് നിറച്ച് വെള്ളിയും പൊന്നും, അങ്ങനെ തന്നാലും ഞാൻ വരില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ കൂടെ തന്നെ ബലയാം പറഞ്ഞൊരു കാര്യം, ഇനിയും യഹോവ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് ഞാൻ അറിയിക്കട്ടെ, നിങ്ങളും ഈ രാത്രിയുടെ പാർപ്പിൻ എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കൂ, ദൈവം തലേ രാത്രി പറഞ്ഞു പോകരുത്, ശപിക്കരുത്. ഇന്ന് കുറച്ചുകൂടെ ശ്രേഷ്ഠരായ ആളുകൾ വന്നിരിക്കുന്നു. അവരോട് ബലയാം പറയുന്നു, വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും രക്ഷയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇന്നും കൂടെ താമസിക്കുക. ഇന്ന് ദൈവം എന്താ പറയുന്നത് നോക്കാം. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നലെ ദൈവം പറഞ്ഞത് ശപിക്കരുതെന്നാണ്. ഇന്ന് ദൈവം മനസ്സ് മാറിയാലോ? രാത്രിയിൽ ദൈവം ബലയാമിൻ്റെ അടുക്കൽ വന്നു, ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവം അനുവദിച്ചല്ലോ. ഈ ആളുകളോട് രാത്രി വീട്ടിൽ താമസിക്കാൻ പറയാതിരുന്നിരുന്നെങ്കിൽ ദൈവം ബലയാമിൻ്റെ അടുക്കൽ വരികയുമില്ലായിരുന്നു, ഇങ്ങനൊരു സംസാരം ഉണ്ടാകുകയുമില്ല. എന്നാൽ ഈ ശ്രേഷ്ഠരായ ആളുകളെ വീട്ടിൽ താമസിപ്പിച്ച് അവരോട് എനിക്ക് വളരെയധികം പണം തന്നാലും ഞാൻ ഈ തീരുമാനം മാറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് ഏതായാലും നിങ്ങൾ ഇന്നും കൂടെ താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബലയാമിന് അയാളുടെ പ്രശ്നം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്തത്. ബലയാം അനീതിയുടെ കൂലി കൊതിച്ചു എന്നാണ് നാം പിന്നീട് വായിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ കാര്യം, ഇവിടെ സംഭവിക്കുന്നതും. പണത്തിനു വേണ്ടി
അയാൾ വളയാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, പണത്തിനു വേണ്ടി അയാൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നു. നമ്മൾ സാധാരണ പറയുമല്ലോ, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന്. 2-ാം ദിവസം രാത്രിയിൽ അതാണ് സംഭവിച്ചത്. ദൈവം പറഞ്ഞു, നീ പൊയ്ക്കോ. ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു ബലയാം. ബലയാമിന് യാതൊരു വൈമനസ്യമോ മടിയോ ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോട് കൂടെ പോയി. എന്ന് വെച്ചാൽ ദൈവം ഇത് പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു ബലയാം. ദൈവം ചില കാര്യങ്ങൾ നമ്മോട് കൃത്യമായി പറയുന്നുണ്ട്, അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യണം. പക്ഷെ നമ്മൾ ആ കാര്യത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ. ചില കാര്യങ്ങളിൽ ദൈവം തൻ്റെ മനസ്സ്, തൻ്റെ ഹിതം നമുക്ക് കൃത്യമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ മതി. ഇല്ല, നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയിൽ പോരാടുകയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ദൈവം പറഞ്ഞ കാര്യം ദൈവം മാറ്റി പറയുന്നവരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് പ്രാർത്ഥനയാണോ? ആണെങ്കിൽ അത് ബലയാമിൻ്റെ പ്രാർത്ഥന പോലെയാണ്. ദൈവം പോകരുത്, ശപിക്കരുതെന്ന് പറഞ്ഞതാണ്. ഇനി ഇവൻ പോകും, പക്ഷെ ശപിക്കുകയില്ല. ഇവന് പണം കിട്ടുമോ അതൊട്ടില്ല താനും. ഇതൊക്കെ നമുക്ക് അവസാനം കാണാം. എങ്കിലും ഈ ബുദ്ധിമുട്ടൊക്കെ ബലയാമിന് ഒഴിവാക്കാമായിരുന്നു, ദൈവം പറഞ്ഞ കാര്യം ആദ്യം തന്നെ അനുസരിച്ചിരുന്നെങ്കിൽ. എന്നാൽ അവൻ അനുസരിച്ചു എന്ന് കാണിക്കുകയും വേണം, എന്നാൽ ഇവരുടെ കൂടെ പോവുകയും വേണം, പണം കിട്ടുകയും വേണം. ദൈവം അത് കണ്ടു, അതുകൊണ്ടാണ് അവനെ അനുവദിച്ചത്. പക്ഷേ അത് അവൻ്റെ നന്മയ്ക്കായില്ല എന്ന് നമുക്കറിയാം. 22-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത്, അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവമാണ് പൊക്കോളാൻ പറഞ്ഞത്, പക്ഷേ ഇവൻ്റെ അനുസരണക്കേട്. കാരണം ഇവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പണം, ദ്രവ്യാഗ്രഹം അവനെ കുരുടാക്കി കളഞ്ഞു. അവന് ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം വിലയുള്ളതെന്ന് പറയുന്ന കാര്യങ്ങൾ കാണാൻ മനസ്സില്ല, അത് കഴിഞ്ഞില്ല എന്നത് പോട്ടെ. യഹോവയുടെ ദൂതൻ അവന് പ്രതിയോഗിയായി, എന്ന് വെച്ചാൽ അവനെ കൊല്ലാനായി വഴിയിൽ നിൽക്കുന്നത് കാണാൻ പോലും അവൻ്റെ കണ്ണ് തുറന്നില്ല. കാരണം ദ്രവ്യാഗ്രഹം, പണം അവൻ്റെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരുന്നു. ദൂതൻ നിൽക്കുന്നത് കാണാതെ അവൻ കഴുതയും തളിച്ചു കൊണ്ടുപോവുകയാണ്. അവൻ്റെ കൂടെ 2 ബാല്യക്കാരും ഉണ്ടായിരുന്നു. വഴിയിൽ യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത ആദ്യം വയലിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അയാൾ കഴുതയെ അടിച്ചു. പിന്നെ ഒരു ഇടുക്കുള്ള വഴിയിൽ കൂടെ പോകുമ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ദൂതൻ ഈ കഴുതപ്പുറത്തിരിക്കുന്ന ബലയാമിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി കഴുത ഒരു സൈഡിലേക്ക് മാറി, മതിലിനരികെ ഒതുങ്ങി. ഇയാളുടെ കാല് മതിൽ കൊണ്ടുവന്ന് പറഞ്ഞ് വീണ്ടും കഴുതയെ അടിക്കുന്നു. പിന്നെ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വഴിയില്ല. വഴിയുടെ മുമ്പിൽ ദൂതൻ നിൽക്കുന്നു. ഇടത്തോട്ട് വലത്തോട്ട് പോകാൻ സാധിക്കുന്നില്ല. കഴുത അവിടെ കിടന്നു. വീണ്ടും ബലയാം ആ കഴുതയെ അടിക്കുകയാണ്. 3 പ്രാവശ്യവും ഈ കഴുത ബലയാമിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴുതയെ ബലയാം അടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. കഴുത ബലയാമിനോട് ചോദിക്കുന്നു, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ എന്നോട് എന്തു ചെയ്തു? ഈ കഴുതയ്ക്ക് എണ്ണാനറിയാം 3 പ്രാവശ്യം. ഈ കഴുതയ്ക്ക് ദൈവദൂതൻ അവിടെ വന്നു നിൽക്കുന്നത് കൊല്ലാനാണ് എന്നറിയാം. ആ ഒരു വിവേചിക്കാനുള്ള ബുദ്ധി കഴുതയ്ക്കുണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരി ദൈവദൂതനെ കഴുത മാത്രമേ കണ്ടുള്ളൂ, ബലയാം കണ്ടില്ല. 29-ാം വാക്യത്തിൽ ബലയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എങ്ങനെയാണ് കഴുത കളിയാക്കിയത്? ഇവൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാണ് കഴുത കളിയാക്കിയത്. നോക്കണേ, ഒരു മനുഷ്യൻ ദ്രവ്യാഗ്രഹം മൂലം എന്തുമാത്രം അധപ്പതിക്കും. അതാണ് ബലയാമിലൂടെ നമ്മളിവിടെ കാണുന്നത്. ദ്രവ്യാഗ്രഹം നമ്മെ നശിപ്പിച്ചു കളയും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ
മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.